സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ആപ്പിൾ തോട്ടത്തിലാണ് ഗൈസ്. ആപ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പെഹൽഗാം പോകുന്ന വഴി നമ്മൾ ഒരു ആപ്പിൾ തോട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി. ഇപ്പോൾ സീസൺ അല്ല, ഓഗസ്റ്റ് മാസമാണ് ആപ്പിൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു. ഏകദേശം അടുത്ത 2 മാസത്തിനുള്ളിൽ പൂക്കളും സംഗതികളും ഒക്കെ വന്നു തുടങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് വിന്റർ സീസണിൽ കശ്മീരിൽ ഒരു ആപ്പിൾ തോട്ടം കാണാൻ പറ്റുന്നത്. ഒരൊറ്റ ഇല പോലും ഇല്ല കേട്ടോ. ഐ ജെന്യുവൻലി വിശപ്പ്. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറിച്ച് കഴിക്കായിരുന്നു. വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ തോട്ടത്തിനോട് ചേർന്ന് ഒത്തിരി ഷോപ്സ് ഉണ്ട് വേർ ദേ സെൽ ഓർഗാനിക് ആപ്പിൾ ജ്യൂസ്. ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഈ ആപ്പിളൊക്കെ പറിച്ച് അവർ ജ്യൂസ് ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ കടയിൽ നിന്ന് കേട്ടോ നമ്മൾ ആപ്പിൾ ജ്യൂസ് മേടിച്ച്. അപ്പം ഇതിലൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് കൂടി ഇതിലിടും, ആ ഒരു കുറച്ച് എൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് വേണ്ടാത്തവർ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ദ പോയിന്റ് ഇസ് അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ്ലി. ആൻഡ് ജ്യൂസ് ഭയങ്കര ഫ്രഷ് ആണ്. നമ്മൾ പഞ്ചാരയൊക്കെ ഇടുമ്പോഴുള്ള മധുരം, നാച്ചുറൽ ആയിട്ടുള്ള മധുരം നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഫ്ലേവർ, ആ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് 50 രൂപയായിട്ടാ പറയുന്നത്. പെഹൽഗാം ഇസ് സോ ബ്യൂട്ടിഫുൾ. വാലി ഓഫ് ഷെപ്പേർഡ്സ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇസ് സറൗണ്ടഡ് ബൈ pristine forests, gushing rivers and picturesque meadows. Pahalgam is truly a sight to behold. നമ്മൾ പെഹൽഗാമിൽ നിന്ന് സ്റ്റേ ചെയ്യാനായി ചൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി മൗണ്ടൻ പീക്സ് ആണ്. നമ്മളിപ്പോൾ പെഹൽഗാമിലാണുള്ളത്. ആൻഡ് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പെഹൽഗാം മാർക്കറ്റ് ആണ്. ഏകദേശം ഒരു 6 മണിയായപ്പോൾ നമ്മളിവിടെ എത്തി. ആൻഡ് ഇത്രയും നാളും കശ്മീരിൽ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെഹൽഗാമാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഊട്ടിയിൽ മഞ്ഞ് വീണാൽ എങ്ങനെ ഇരിക്കും, അതാണ് പെഹൽഗാം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആൻഡ് നമ്മൾ വൈകിട്ട് ഒരു വാക്കിന് ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഈ സ്ട്രീറ്റ് വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ കുറേ യെല്ലോ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ സംഗതികളും കാര്യങ്ങളും ഷോപ്സും ഒക്കെ ഉണ്ട്. സൈഡിൽ ഇങ്ങനെ ഒരു പോണി റൈഡിന്റെ സംഗതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു പോണീസ് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നുമുണ്ട്. ഓൾസോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയും വളരെ രസമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വേറെ സംഗതി എന്താണെന്ന് വെച്ചാലേ, രാവിലെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ സ്നോഫോൾ ഇല്ലാന്നാണ് കാണിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ സ്നോഫോൾ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇവിടെ കുറച്ചുകൂടെ സ്നോ അങ്ങ് പെയ്തു തുടങ്ങി. സോ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇവിടെ നല്ല രസമാണ്. വൈകിട്ട് ഇങ്ങനെ യെല്ലോ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണി റൈഡിന് കുറേ പോണീസ് ഇങ്ങനെ സൈഡിൽ കൂടെ പോവും. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, ഒത്തിരി കടകളുണ്ട്. അങ്ങനെ പെഹൽഗാമിലെത്തി കുറച്ച് നേരം ആയതേ ഉള്ളൂ. ബട്ട് പെഹൽഗാം ഇസ് മൈ ആബ്സല്യൂട്ട് ഫേവറേറ്റ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ 2-3 ഷോപ്സിൽ ചുമ്മാ ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ബാഗിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ശ്രീനഗർ മാർക്കറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 200-300 രൂപ കൂടുതലാണ്. പിന്നെ ബാർഗെയിൻ ചെയ്യണം. ചില സ്ഥലത്ത് ഫിക്സ് പ്രൈസാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ പക്ഷെ എല്ലാം കിട്ടും കേട്ടോ. ഇവിടെ നമ്മൾ ശ്രീനഗറിൽ കിട്ടുന്ന കശ്മീരി പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഈ ഒരു ലെയിനിൽ കിട്ടും. ഡ്രസ്സ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും സുവനിയേഴ്സ് ആണെങ്കിലും യു വിൽ ഗെറ്റ് എവറിത്തിങ്.
പെഹൽഗാമിന്റെ അടിവാരത്തു നിന്നും ഉയരത്തിലേക്ക് നോക്കിയാൽ മഞ്ഞിന്റെ തൊപ്പി അണിഞ്ഞ പർവ്വത ശിഖരങ്ങൾ കാണാമായിരുന്നു. മനോഹരമായ പെഹൽഗാമിലെ ഗ്രാമങ്ങൾക്കിടയിലൂടെ പ്രകൃതി സൗന്ദര്യം നുകർന്ന് നനുത്ത തണുപ്പിന്റെ സുഖം ആസ്വദിച്ച് ഞങ്ങൾ പെഹൽഗാമിന് യാത്ര പറഞ്ഞു. ഇനിയും ഈ സ്വപ്നഭൂമി സന്ദർശിക്കണമെന്ന് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിരുന്നു. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് ദ ബ്യൂട്ടിഫുൾ ലിഡർ റിവർ ഓഫ് പെഹൽഗാം. ഇന്നുകൊണ്ട് നമ്മുടെ കശ്മീർ സീരീസ് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് വി ഹോപ്പ് ദാറ്റ് കശ്മീർ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഈ വിന്റർ സീസണിൽ കവർ ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ ഇവിടുത്തെ കുറേയധികം ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് ഫാന്റാസ്റ്റിക് ട്രാവൽ പ്ലാൻ. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ബൈ ഫ്രം ദ ഹെവൻ ഓൺ എർത്ത്.